അത്യുന്നതനേ. വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവേ. സുഭാഷിതം. മേലാൽ സംഭവിപ്പാനുള്ളത് തുടരുകയാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലും. 1-ാം വാക്യത്തിൽ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു എന്നെഴുതിയിരിക്കുന്നു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും യോഹന്നാൻ കണ്ടു. ഈ പുസ്തകത്തിന് ചുരുൾ എന്നാണ് മറ്റ് ചില ട്രാൻസ്ലേഷനിൽ കാണുന്നത്. ആദ്യ മാതാപിതാക്കളുടെ കൽപ്പനാ ലംഘനം നിമിത്തം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങളുടെ വീണ്ടെടുപ്പിന്റെ പ്രമാണമാണ് ഈ പുസ്തകമെന്ന് തുടർന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് മനുഷ്യ ചരിത്രത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുടെ ഉള്ളടക്കം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെയും അല്ലാത്തവരുടെയും കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു. പുസ്തകം നോക്കുവാനോ അത് തുറന്ന് വായിപ്പാനോ യോഗ്യനായി സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കാണാഞ്ഞതുകൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. മൂപ്പന്മാരിൽ ഒരുവൻ, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാനോട് പറഞ്ഞു. അപ്പോൾ അവരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതായി നിൽക്കുന്നതും യോഹന്നാൻ കാണുന്നു. 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ആൻഡ് ദേ സോങ് എ ന്യൂ സോങ് സേയിങ്, യു ആർ വർതി ടു ടേക്ക് ദ സ്ക്രോൾ and to open its seals. For you were slain and have redeemed us to God by your blood out of every tribe and tongue and people and nation, and have made us kings and priests to our God, and we shall reign on the earth. കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നും അവന്റെ രക്തം ഭൂമിയിൽ എല്ലായിടത്തുമുള്ള ആളുകൾക്ക് ഒരു മറുവില നൽകിയെന്നും ആയതിനാൽ ചുരുൾ വാങ്ങി മുദ്ര പൊട്ടിക്കുവാനുള്ള അവകാശം കുഞ്ഞാടിന് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പാട്ടുപാടിയത്. തന്നെയുമല്ല, അവിടുത്തെ രക്തത്തിൽ വിശ്വസിച്ച എല്ലാവരെയും ദൈവമക്കളെന്നുള്ള അവകാശം നൽകി രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. മർക്കോസിന്റെ സുവിശേഷം 10:45 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കൂടാതെ പത്രോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരുടെ പദവിയാണ് 1 പത്രോസ് 1:9 എഴുതിയിരിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഇങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പാപത്തിന്റെ ഫലമായി നഷ്ടപ്പെടുത്തിയ സകല അവകാശങ്ങളും വീണ്ടെടുത്ത് രാജാക്കന്മാരും പുരോഹിത വർഗവുമായി കർത്താവിനോടൊപ്പം വാഴുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത യേശു കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുമോ?
ഈ യേശുവിൽ വിശ്വസിച്ച് വീണ്ടെടുപ്പ് പ്രാപിക്കാതെ പാപത്തിൽ ജീവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് തുടർന്നുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലയളവിൻ്റെ സ്ഥിതിഗതികൾ കണക്കിലെടുക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ അവസാന നാളുകളിൽ നാം ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ നമുക്ക് വേണ്ടി ജീവൻ മറുവിലയായി തന്ന യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ എല്ലാവർക്കും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹോന്നതനേ സുത്യം തന്നാതന്റെ കരവിരുത് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവേ.